നമ്പർ പാറ്റേൺസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് അല്ലേ? നമ്മൾ ഒരുപാട് പാറ്റേൺസ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് അതിൽ തന്നെ ഒരു മെയിനായിട്ട് വരുന്ന ഒരെണ്ണമാണ് നമ്മുടെ മ്യൂസിക്കൽ നോട്ട്സ്. അപ്പോൾ അത് ക്ലാസിക്കൽ മ്യൂസിക്കൽ നോട്ട്സ് ആണെങ്കിൽ അത് നമുക്കറിയാം സ രി ഗ മ പ ധ നി സ. അതായത് സായിൽ തുടങ്ങി വീണ്ടും സായിൽ വരുന്ന ആ ഒരു മ്യൂസിക്കൽ നോട്ട് നമുക്ക് ക്ലാസിക്കലായിട്ട് അത് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ അത് വെസ്റ്റേണിൽ വരുമ്പോൾ എന്താണ് ഡോ രേ മീ ഫ സോ ലാ ടി ഡോ എന്നുള്ളൊരു ക്ലാസിക്കൽ നോട്ട് പോലെ വെസ്റ്റേൺ നോട്ടിലും ഇതേപോലെ റെപ്പറ്റീഷൻ, അതായത് ഡോ എന്ന് പറയുന്നത് തുടങ്ങുന്നത് വീണ്ടും ഡോയിൽ തന്നെ വന്ന് അവസാനിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നേച്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുവന്ന സീക്വൻസസ് അല്ലെങ്കിൽ പാറ്റേണുകളാണ്. അപ്പം നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ നമ്പർ പാറ്റേൺസ് ഹിയർ. അണ്ടർസ്റ്റുഡ്? അപ്പം നമ്പർ പാറ്റേൺസ് എന്താണ്, അതെങ്ങനെയാണ് വരുന്നത്, ചുറ്റുമുള്ള പാറ്റേൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിലാദ്യം നമുക്ക് നമ്പർ സീക്വൻസ് എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കാം. ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ എ സ്പെസിഫൈഡ് ഓർഡർ വിത്ത് എ പെർട്ടിക്കുലർ റൂൾ. ഒരു നമ്പേഴ്സിന്റെ ലിസ്റ്റ്, എപ്പോഴും നമ്പർ സീക്വൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ നമ്പേഴ്സ് ആണ് പ്രാധാന്യം. ബാക്കിയുള്ള ഒബ്ജക്ട്സോ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂസിക്കൽ നോട്ടിന്റെ കേസിൽ അവിടെ നമ്പർ ഇല്ല, അവിടെ അത് നോട്ടാണ്, ഓരോ നോട്ടായിട്ടാണ്. പക്ഷെ നമ്പർ സീക്വൻസിന്റെ ഇതിൽ ഏറ്റവും പ്രാധാന്യം എന്തിനു തന്നെയാ? അവിടുത്തെ നമ്പേഴ്സിന് തന്നെയാണ്. സോ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ എ സ്പെസിഫൈഡ് ഓർഡർ വിത്ത് എ പെർട്ടിക്കുലർ റൂൾ, ആദ്യത്തെ കാര്യം. രണ്ടാമത്തത്, ഡിഫറെന്റ് നമ്പേഴ്സ് ഒക്കറിങ് ഇൻ എ സീക്വൻസ് ആർ കോൾഡ് ആസ് വാട്ട്? ദ ടേംസ് ഓഫ് എ സീക്വൻസ്. ഓരോന്നിനെയും നമ്മൾ എന്താ വിളിക്കുന്നത്? ടേമുകൾ എന്നാണ് വിളിക്കുന്നത്. ഓരോന്നിനെയും നമ്മൾ എന്താ വിളിക്കുന്നത്? ടേമുകൾ. അതില് ആദ്യത്തതിനെ ഫസ്റ്റ് ടേം എന്നും രണ്ടാമത്തത് സെക്കൻഡും തേർഡ് ടേം, അങ്ങനെ ഓരോന്നിനെയും നമ്മൾ ടേം വൈസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. ടേംസ് ഓഫ് എ സീക്വൻസ് A1 ആണ്, A2 ആണ്, A3, AN, അങ്ങനെയാണ് ടേംസിനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദ സബ്സ്ക്രിപ്റ്റ്സ് ഇൻഡിക്കേറ്റ് വാട്ട്? ദ പൊസിഷൻ ഓഫ് ദ ടേം. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ ഈ 1 എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റ് എന്താണ് പറയുന്നത്? അത് ഫസ്റ്റ് ടേം ആണ്. എന്ത് ടേം ആണ്? ഫസ്റ്റ് ടേം. ഇപ്പൊ A10 എന്ന് എഴുതിയാലോ, ആ 10 എന്ന് പറയുന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഡിനോട്ട്സ് ദ 10th ടേം. അത് എത്രാമത്തെ ടേം? 10ാമത്തെ ടേം ആയിരിക്കും. ക്ലിയർ? സോ ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ടേമും അതുപോലെ തന്നെ ടേമിന് ഉപയോഗിക്കുന്ന നൊട്ടേഷനും. അപ്പോൾ AN എന്ന് പറയുന്നത് എന്തായിരിക്കും? N എന്ന് പറയുന്നത് താഴെ ഉള്ളത് കൊണ്ട് അതിന് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ nth ടേം. എന്ത് ടേം? nth ടേം. ഓക്കെ, ഇറ്റ് ഈസ് ദ nth ടേം. ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞാൽ അത് എന്ത് ടേം എന്ന് നമ്മൾ പറയും പോലെ, എന്ത് ടേമാ അത്? അതുപോലെ തന്നെയാണിത്, nth ടേം ആണിത്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമിന്റെ ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് പറയാം? A1 എന്ന് പറയാം. സെക്കൻഡ് ടേമിന്റെ കേസിലോ A2 എന്നും, തേർഡ് ടേമിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് പറയാം? A3 എന്നും നമുക്ക് ഈസി ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ? സോ ദിസ് ഇസ് അബൌട്ട് നമ്പർ സീക്വൻസ്. നമ്പർ സീക്വൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്. നൗ മൂവിങ് ഓൺ ടു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സീക്വൻസ്. നമ്മുടെ ചുറ്റുപാടും പല മാത്തമെറ്റിക്കൽ ഒബ്ജക്ട്സ്, നമുക്ക് മാത്തമെറ്റിക്കൽ ആയിട്ട് തന്നെ പറയണമെന്നില്ല. ദർ ക്യാൻ ബി ഡിഫറെന്റ് ഒബ്ജക്ട്സ് സിറ്റുവേറ്റഡ് ജസ്റ്റ് നെക്സ്റ്റ് ടു യു. നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. സോ ദർ ആർ മെനി ഒബ്ജക്ട്സ് ഇൻ ഫ്രണ്ട് ഓഫ് യു, റൈറ്റ്? ഈ പല ഒബ്ജക്ട്സിനും എന്ത് കാണാം? നമ്പർ അല്ല, അവിടെയെല്ലാം നമുക്കൊരു പാറ്റേൺ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ എന്താ നിങ്ങൾ കാണുന്നത്? ഒരു ക്രിസ്മസ് ട്രീയാണ് കാണുന്നത്. ഈ ക്രിസ്മസ് ട്രീയുടെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഈ ക്രിസ്മസ് ട്രീ കണ്ടാൽ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചാലേ, ആ ലൈൻ വരച്ചാൽ നമുക്കൊരു ചെറിയ പ്രത്യേകത മനസ്സിലാവും. അതായത് താഴോട്ട് വരുമ്പോൾ ഇതിന്റെ ബേസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് കൂടി കൂടിയല്ലേ വരുന്നത്? ഞാനത് കുറച്ചുകൂടെ നല്ലൊരു കളറിട്ട് മാർക്ക് ചെയ്യാം. യെസ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് താഴോട്ട് വരുന്തോറും അത് ഇൻക്രീസ് ആയി വരികയല്ലേ? യെസ്. അതായത് താഴോട്ട് വരുമ്പോൾ അത് കൂടിയാ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ. അപ്പോൾ ക്രിസ്മസ് ട്രീന്റെ പാറ്റേൺ ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും, ഈ രൂപത്തിലായിരിക്കും. അതിൽ ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് ആയിരിക്കത്തില്ല. ഇപ്പൊ ഇത് D എന്ന് എടുത്തു കഴിഞ്ഞാൽ താഴത്തെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? അത് D+X ആയിരിക്കും. പിന്നെ അടുത്ത് പോകുമ്പോൾ അത് എന്താണ്? വീണ്ടും D+Xന്റെ കൂടെ ഒരു എക്സും കൂടെ കൂട്ടുമ്പോൾ D+2X ആയിരിക്കും. അപ്പോൾ ഇതാണ് താഴോട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ്. ഇതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ? ഒരു പ്രത്യേക പാറ്റേൺ. ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നത് നമുക്ക് എന്താണ് ഉപയോഗം? പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലുള്ള മെയിൻ ഉപയോഗം എന്ന് പറയുന്നത്, ആ പാറ്റേണിൽ നമ്മൾ ഇനിയും വലുതായിട്ടോ അല്ലെങ്കിൽ ഇതിനെ ചെറുതാക്കാനോ നോക്കിയാൽ ഇതേ പാറ്റേൺ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ചെറിയ മോഡൽ ഉണ്ടാക്കാം, ഇതിന്റെ വലിയ മോഡലുകളും നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദാറ്റ് ഈസ് എ യൂസ് ഓഫ് പാറ്റേൺസ്. പാറ്റേൺസ് കൊണ്ടുള്ള ഉപയോഗം അതാണ്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതിന്റെ കൂടെ തന്നെ ആ പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അതേ ഷേപ്പിലുള്ള ഒബ്ജക്റ്റിനെ ഇനി വലുതാക്കാനോ ചെറുതാക്കാനോ പറ്റുന്നത് എന്നുള്ളതും നമുക്ക് മാത്തമെറ്റിക്കലി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? ഇപ്പൊ ഞാൻ ഇതിവിടെ ചെറുതാണെങ്കിൽ കുറച്ചുകൂടെ ചെറുതായിട്ട് വരയ്ക്കുമ്പോൾ എന്താണ്? ഈ ദൂരം കുറയും,
പക്ഷെ ദൂരം ഈ ഓരോ ദൂരം കുറഞ്ഞാലും അതിനിടയിലുള്ള പാറ്റേൺ എന്തായിരിക്കും? അത് ഫിക്സഡ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യും. ഓക്കെ. ഇത് മനസ്സിലാക്കാൻ ജസ്റ്റ് ഒന്ന് എന്താണോ ഒന്ന് നോക്കിയാൽ മതി. നമ്മളൊരു മൊബൈലിൽ ഒരു ഇമേജ് എടുത്തിട്ട് അതിനെ സൂം ഇൻ ചെയ്യുമ്പോൾ അത് വലുതാവും. ഏത്? ഇമേജിലോട്ട് നമ്മൾ വലുതായിട്ട് കാണാൻ പറ്റും എന്നല്ലാതെ ഇമേജ് ആണോ വലുതാവുന്നത്? അല്ല. ഇമേജ് അല്ല വലുതാവുന്നത്. നമ്മൾ ഇമേജിലോട്ട് സൂം ചെയ്യുമ്പോൾ ആ ഇമേജ് നമുക്ക് വലുതാക്കി കാണാൻ പറ്റും. അല്ലാതെ ഇമേജിന്റെ പൊസിഷൻ മാറുകയാണോ? ഇല്ല. ഇപ്പൊ നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അത് സൂം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ തലയും നമ്മുടെ എന്താണ് ദേഹവും എല്ലാം അതേ ഷേപ്പിൽ തന്നെ ഇരിക്കുന്നത്. ബട്ട് ദ സൈസ് ഇൻക്രീസസ് കാരണം നമ്മൾ അത് സൂം ചെയ്ത് നോക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ട്രീന്റെ ഷേപ്പ് ഞാൻ ഇവിടെ ചെറുതാക്കി നോക്കുമ്പോൾ സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഷേപ്പിൽ ചെറുതാവുന്നു അല്ലെ? ഷേപ്പ് സെയിം ആയിട്ട് തന്നെ ഇരുന്നിട്ട് എന്താണ് ചെറുതാവുകയാണോ? അല്ല. ഇവിടെ എക്സാക്ട്ലി സെയിം ഷേപ്പ് തന്നെയാണ് കാണുന്നത്. ബട്ട് എന്താക്കി? നമ്മൾ മാഗ്നിഫൈ ചെയ്ത് കുറച്ചു അല്ലെ? മാഗ്നിഫൈ ചെയ്ത് അവിടെ കുറച്ചു. സെയിം പ്രൊപ്പോർഷൻ ആയിട്ട് തന്നെ അതിരിക്കുന്നുണ്ട് ആ ഓരോ സൈഡുകളും. അത് ഇവിടെ ആയാലും ഇവിടെ ആയാലും അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ ആയാലും. ക്ലിയർ? ഓക്കെ. ഇനി വാട്ട് കംസ് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് മുന്നിൽ എപ്പോഴും ഉണ്ടാവും അല്ലെ? അതായത് ഇപ്പോൾ 9ാം ക്ലാസ് കഴിഞ്ഞാൽ എന്താ? 10 കഴിഞ്ഞാൽ 11 12 കഴിഞ്ഞാൽ എന്ത് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നമ്മുടെ മുന്നിലുള്ളതാ അല്ലെ? 12 കഴിഞ്ഞാൽ എന്ത് ചൂസ് ചെയ്യും? അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്ത് ചൂസ് ചെയ്യും? സയൻസ് ചൂസ് ചെയ്യണോ? കൊമേഴ്സ് എടുക്കണോ? ഹ്യൂമാനിറ്റീസ് എടുക്കണോ? ഇതെല്ലാം നമ്മുടെ മുന്നിൽ പലപ്പോഴും വരുന്ന ചോദ്യങ്ങളാണ്. അതുപോലെയുള്ള ഒരു ചോദ്യമാണ് ദാ ഇവിടെ 1+x-ഉം 1+x²-ഉം 1+x³ 1+x⁴ വന്നാൽ എന്തായിരിക്കും അടുത്ത ടേം അല്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എക്സ് ഉണ്ട്, x² ഉണ്ട്, x³ ഉണ്ട്, x⁴ ഉണ്ട്. ശ്രദ്ധിക്കുക 1+x ആണ്, 1+x² ആണ്, 1+x⁴ ആണ്, 1+x⁴, 1+x⁴ എന്തായിരിക്കും? ഇവിടെ ശ്രദ്ധിച്ചേ 3, 4, 2 ഇവിടെ 1. അതിനർത്ഥം അടുത്തത് വരേണ്ട എന്തായിരിക്കും? 1+x⁵ അല്ലേ? യെസ്, അതെ. അപ്പൊ ഇവിടെ അടുത്തതായിട്ട് വരേണ്ടത് എന്താണ്? 1+x⁵ എന്തായിരിക്കും? 5 ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ 1+x ൽ തുടങ്ങി 1+x² ആയി, 1+x³ ആയി, 1+x⁴ ആയി. അടുത്ത് വരാൻ പോകുന്നത് എന്തായിരിക്കും? 1+x⁵ അല്ല, 1+x⁵. ക്ലിയർ? ഇനി അതുപോലെ ദാ ഇവിടെ ആ ആ ഇ ഈ ഉ ഉ ഇത് ആണ് എങ്കിൽ ഇതൊരു പാറ്റേൺ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പാറ്റേണിൽ അടുത്ത അക്ഷരം എന്തായിരിക്കും? ഒന്ന് നോക്കിയേ, നിങ്ങൾക്ക് തന്നെ അറിയാം. അത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിച്ച് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആ ഇ ഈ ഉ ഉ എന്താണ് തന്നിരിക്കുന്നതെങ്കിൽ അടുത്ത് വരുന്നത് എന്തായിരിക്കും? സിമ്പിൾ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഇതാ അടുത്ത ഒരെണ്ണം. ഇവിടത്തെ പ്രത്യേകത എന്താ? ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ്, ഇവിടെ ഒരു സ്ക്വയറോ റോംബസോ ആണ്, ഇതൊരു പെന്റഗൺ ആണ്. പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ 3 സൈഡ്, ഇവിടെ 4, ഇവിടെ 5. അടുത്തത് എന്തായിരിക്കും? സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. 3ൽ നിന്ന് 4ആയി, 4ൽ നിന്ന് അത് 5ആയി, 5ൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് എത്രയാവും? 6 ആകും. അപ്പൊ 6 ആകുമ്പോൾ ഷേപ്പ് എങ്ങനെയായിരിക്കും? ആ ഷേപ്പ് ഇവിടെ വരയ്ക്കുക. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് ആ ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് ആ ഷേപ്പിനായിരിക്കും അവിടെ വരുന്ന അടുത്ത ഷേപ്പ് അല്ലെങ്കിൽ അടുത്ത ഫിഗർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ എന്താണ് അടുത്ത് വരുന്നത് എന്നുള്ളതിന് ഐഡിയ കിട്ടിയല്ലോ. വാട്ട് കംസ് നെക്സ്റ്റ്? 1+x-ഉം 1+x²-ഉം 1+x³-ഉം 1+x⁴ ആണെങ്കിൽ എന്താണ്? 1+x⁵. 1+x⁵ കഴിഞ്ഞാൽ അടുത്ത് എന്തായിരിക്കും? 1+x⁶. അങ്ങനെ പോകും. അത് കഴിഞ്ഞാൽ 1+x⁷. അങ്ങനെ ഓരോന്നായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ? യെസ്. അടുത്തതായിട്ട് അവർ ചോദിക്കുന്നത് ലുക്ക് അറ്റ് ദ സ്ക്വയർസ് ഗിവൺ ബിലോ. ഇവിടെ തന്നിരിക്കുന്ന സ്ക്വയർസ് നോക്കുക. അവിടെ നമുക്ക് കാണാം, ഇവിടെ എനിക്ക് ഒരു ചെറുത്, പിന്നെ ഒരു വലുത്, പിന്നെ വലുത്, പിന്നെ വലുത്, അങ്ങനെ സൈസ് കൂടി പോകുന്ന സ്ക്വയറുകളാണ് എനിക്ക് ഇവിടെ ഉള്ളത് അല്ലെ? സൈസ് എന്തൊക്കെയാ? ആദ്യത്തെ സ്ക്വയറിന് 1 സെന്റിമീറ്റർ, പിന്നെ 2, പിന്നെ 3, പിന്നെ 4, അങ്ങനെ 4 സ്ക്വയറുകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ സൈഡും തന്നിട്ടുണ്ട്. ഇനി ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ സൈഡിന്റെ സ്ക്വയറിന്റെ സൈഡ് തന്നിട്ടുണ്ട് 1, 2, 3, 4. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പെരിമീറ്റർ എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ 1 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താണ്? നമുക്കറിയാം പെരിമീറ്ററിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4a അല്ലേ? പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഇസ് വാട്ട്? 4a. അപ്പോൾ 4 ഇൻറ്റു ഇവിടുത്തെ സൈഡ് 1 ആണെങ്കിൽ 4 ഇൻറ്റു 1 എന്തായിരിക്കും? അത് 4 ആയിരിക്കും. അടുത്ത സ്ക്വയറിൻ്റെ 2 ആണ് സൈഡെങ്കിൽ 4 ഇൻറ്റു 2 അത് 8 ആയിരിക്കും. അടുത്തത് 3 ആണെങ്കിൽ 4 ഇൻറ്റു 3 അത് 12ഉം അടുത്ത 4 ആയതുകൊണ്ട് 4 ഇൻറ്റു 4 എത്ര ആയിരിക്കും? അത് 16ഉം ആയിരിക്കും. ക്ലിയർ?
ഇതല്ലേ അവിടുത്തെ പെരിമീറ്റർ എന്ന് പറയുന്നത്. സെന്റിമീറ്റർ എന്നുള്ളത് ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ എഴുതണ്ട, ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, നമുക്കത് എഴുതി വയ്ക്കാം. സോ സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 16 സെന്റിമീറ്റർ, അത് കിട്ടി. ഇനി തീർന്നില്ല, വേറൊരാളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഏരിയ? ഏരിയ, ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ 1 ആണ് സൈഡ് എങ്കിൽ അതിന്റെ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 × 1 1 ആണ്. എന്താണ് യൂണിറ്റ്? സെന്റിമീറ്റർ സ്ക്വയർ. അടുത്ത 2 ആയിരുന്നെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നതാണ് 2 × 2, ദാറ്റ് ഈസ് 4 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ആദ്യം എന്താണ്? 1 × 1, അതായത് 1 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്തത് 2 × 2 എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്തത് 3 × 3 എത്രയായിരിക്കും? 9 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്തത് 4 × 4 എത്രയായിരിക്കും? 16 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന ഏരിയ. അപ്പോൾ 1 സെന്റിമീറ്റർ സ്ക്വയർ, 4 സെന്റിമീറ്റർ സ്ക്വയർ, 9 സെന്റിമീറ്റർ സ്ക്വയർ, 16 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതും ഒരു പാറ്റേൺ ആണ്. എന്താണ് പാറ്റേൺ? സൈഡ് എന്ത് വെച്ച് കൂടുന്നു? സൈഡ് ഇവിടെ എല്ലാം 1 വെച്ച് കൂടി അല്ലെ. 1 സെന്റിമീറ്ററിനോടെ 1 കൂട്ടിയപ്പോൾ 2 കിട്ടി. അടുത്ത 2 ന്റെ 1 കൂട്ടുമ്പോൾ 3 കിട്ടുന്നു. 3 ന്റെ 1 കൂട്ടിയാൽ എന്ത് കിട്ടുന്നു? 4 സെന്റിമീറ്റർ. അങ്ങനെ നമുക്ക് 4 സൈഡും 4 സ്ക്വയറിന്റെയും എന്താണ് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ കിട്ടിയാൽ പെരിമീറ്റർ ഫോളോ ചെയ്യുന്നത് എന്താണ്? പെരിമീറ്റർ 4, പിന്നെ 8 പിന്നെ 12 പിന്നെ 16 അതായത് എത്ര വെച്ച് കൂടി? 4 വെച്ച് കൂടുന്നുണ്ട് അല്ലേ. അപ്പൊ പെരിമീറ്റർ 4 വെച്ചാണ് കൂടുന്നത്. അടുത്ത ഏരിയ നോക്കുകയാണെങ്കിൽ 1, 4, 9, 16. അപ്പോൾ ഇവിടെ കൂടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ 1, 4 ആകുമ്പോൾ 3 വെച്ച് കൂടണം, 4, 9 ആകുമ്പോൾ 5 വെച്ച് കൂടണം, 9, 16 ആകുമ്പോൾ 7 വെച്ച് കൂടണം. അപ്പോൾ ഇവിടെ അത് വിട്ടേക്ക്, ഇവിടെ നമുക്ക് അത് പറ്റത്തില്ല. അപ്പോൾ 1 എന്ന് പറയുന്നത് 1 സ്ക്വയർ അല്ലേ, 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ, 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ, 16 എന്ന് പറയുന്നത് 4 സ്ക്വയർ. അങ്ങനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സ്ക്വയർ ആയിട്ട് എഴുതാം. അങ്ങനെ സ്ക്വയർ ആയിട്ട് എഴുതിയതിന് ശേഷം നമുക്ക് അതിനൊരു പാറ്റേൺ എന്ന് പറഞ്ഞുകൂടെ. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്താണ്? ഏരിയയുടെ പാറ്റേൺ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ. അടുത്തൊരു സ്ക്വയർ വന്നാൽ എന്തായിരിക്കും അവിടുത്തെ ഏരിയ? 5 സ്ക്വയർ. പിന്നീട് ഒരെണ്ണം പറഞ്ഞാൽ 6 സ്ക്വയർ. അങ്ങനെ അങ്ങനെ അത് കൂടി കൂടി പൊക്കിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ക്ലിയർ? യെസ്. അടുത്ത നമുക്കൊരു ചോദ്യമാണ്. സ്ക്വയർ ഓഫ് സൈഡ് 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നൗ ജോയിൻ ദ മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്, യു ഗെറ്റ് അനദർ സ്ക്വയർ. Again, on joining the midpoints of the sides of the second square formed, you get another square. Continuing this way, you should get a pattern like this. ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. അതായത് ഒരു സ്ക്വയറിന്റെ മിഡ് പോയിന്റുകൾ, സൈഡിന്റെ മിഡ് പോയിന്റുകൾ എല്ലാം എടുത്ത് പുതിയൊരു സ്ക്വയർ ഉണ്ടാക്കുന്നു, പിന്നെ വീണ്ടും അത് പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദ്യം ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്, ഹൗ ഡസ് ദ ഏരിയ ഗെറ്റ് എഫക്റ്റഡ്? ഏരിയക്ക് എന്ത് സംഭവിക്കും? ഇതാണ് ചോദ്യം. അപ്പൊ നോക്കിക്കേ, ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ആദ്യം ഒരു സ്ക്വയർ ഉണ്ടല്ലോ. ആദ്യം ഒരു സ്ക്വയർ എന്ന് പറയുന്നത് അതിന്റെ 4 സെന്റിമീറ്റർ. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 4 × 4 അഥവാ 16 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അതിന്റെ ഏരിയ എന്തായിരിക്കും? 16 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് പകുതിയാവും, കാരണം ഇവിടെ മിഡ് പോയിന്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2, ഇവിടെ 2. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 2 × 2 4 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അടുത്ത് ഇവിടെ എത്തുമ്പം അതിന്റെ പകുതിയുടെ പകുതി, അതായത് ഇത് 1 ആയിരിക്കും. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 × 1 1 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്തത് ഇവിടെ എത്തുമ്പോൾ അതിന്റെ പകുതി ആയിരിക്കും, 1ന്റെ പകുതി 1/2. അപ്പോൾ അവിടെ എത്ര ആയിരിക്കും? 1/2 × 1/2, അതായത് 1/4 സെന്റിമീറ്റർ സ്ക്വയർ. സോ അതിനർത്ഥം ഇവിടുത്തെ ഏരിയ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? ആദ്യത്തെ ചോദ്യം, ഏരിയ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? ഏരിയ ഗെറ്റ്സ് റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഡിക്രീസ്ഡ് അല്ലേ. ഏരിയ ഗെറ്റ്സ് റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഡിക്രീസ്ഡ് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? പറയാം. സോ ഏരിയ ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് ഓർ ഡിക്രീസ്ഡ്. ഓക്കെ. അടുത്ത ബി പാർട്ട്, വാട്ട് നമ്പർ സീക്വൻസ് ഡു വി ഗെറ്റ് ഫ്രം ദിസ് പാറ്റേൺ? എന്ത് നമ്പർ സീക്വൻസാ കിട്ടുന്നത്? ആദ്യത്തതിന്റെ ഏരിയ 4 × 4 4 സ്ക്വയർ, രണ്ടാമത്തതിന്റെ ഏരിയ 2 സ്ക്വയർ, മൂന്നാമത്തതിന്റെ ഏരിയ 1 സ്ക്വയർ, അടുത്തത് 1/2 സ്ക്വയർ, പിന്നെ നാലാമത്തത് ലാസ്റ്റത്ത് വരുമ്പോൾ 1/4 സ്ക്വയർ. അപ്പൊ ഇത് എഴുതി വരുമ്പോൾ 4 സ്ക്വയർ 16, 4 പിന്നെ 1 പിന്നെ 1/4 പിന്നെ 1/16. നമുക്ക് ശ്രദ്ധിച്ചറിയാം ഇതെല്ലാം സ്ക്വയറുകളാണ് അല്ലെ. 16 സ്ക്വയർ ആണ്, 4 എന്ന് പറയുന്നത് 2ന്റെയും 1 എന്ന് പറയുന്നത് 1ന്റെയും, ഇത് 1/2ന്റേത്, ഇത് 1/4. അപ്പൊ ഇതെല്ലാം സ്ക്വയറുകളാണ്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന നമ്പർ സീക്വൻസ്. സോ വാട്ട് നമ്പർ സീക്വൻസ് ഡു വി ഗെറ്റ് ഫ്രം ദിസ് പാറ്റേൺ? നമുക്ക് കിട്ടുന്ന നമ്പർ സീക്വൻസ് ഈ കാണുന്ന 16, അതുപോലെ 4, പിന്നെ എന്താണ് 1, പിന്നെ 1/4, പിന്നെ 1/16. ക്ലിയർ? അടുത്ത ചോദ്യം, ഫിബൊനാച്ചി സീക്വൻസ് is a sequence of numbers in which each term in the sequence is equal to the sum of the two numbers preceding it, and the sequence start with 0 and 1. Write the next 10 numbers of the Fibonacci sequence. Okay. അപ്പോൾ ഫിബൊനാച്ചി സീക്വൻസിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ആദ്യത്തെ 2 നമ്പർ 0യും അതുപോലെ 1 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മൊത്തം 10 ടേമുകൾ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ 10 എഴുതാൻ പറഞ്ഞാൽ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്? ഫിബൊനാച്ചി സീക്വൻസ് കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ഇതിന് തൊട്ട് മുന്നേയുള്ള 2 നമ്പറും കൂടെ ആഡ് ചെയ്യുക. അപ്പം 0ഉം 1ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? അതെനിക്ക് എത്ര കിട്ടാൻ പോകുന്നത്? 1 തന്നെ കിട്ടാൻ പോകുന്നത്. അടുത്ത നമ്പർ കിട്ടാൻ എന്താണ്? തൊട്ട് മുന്നേയുള്ള 2 എണ്ണം. അതായത് 1ഉം 1ഉം ആഡ് ചെയ്യുക. എത്ര കിട്ടും? 2. അടുത്തതോ 2ഉം 1ഉം ആഡ് ചെയ്യുക 3. അടുത്തത് 3ഉം 2ഉം ആഡ് ചെയ്യുക. എത്ര കിട്ടും? 5. അടുത്ത നമ്പറോ 5ഉം 3ഉം കൂടെ ആഡ് ചെയ്യുക 8. അടുത്തതോ 8ഉം 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 13. അടുത്തത് എന്തായിരിക്കും? 8ഉം 13ഉം ആഡ് ചെയ്യുമ്പോൾ 21. അടുത്തത് 21ഉം 13ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാ? 34 അല്ലേ? 34ഉം 21ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാ? 55. ഓക്കെ, 55ഉം 34ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാ? 89. ഓക്കെ, അങ്ങനെ 89ഉം 55ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 144. അങ്ങനെ എത്ര കിട്ടി? 1 2 3 4 5 6 7 8 9 10 11 11 കിട്ടി. നമുക്ക് എത്ര മതി? ചോദ്യത്തിൽ 10 മതി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫിബൊനാച്ചി സീക്വൻസിലെ അടുത്ത 10 ടേമുകൾ. അപ്പോൾ എങ്ങനെയാ ഫിബൊനാച്ചി സീക്വൻസ് കിട്ടുന്നത്? ആദ്യം 0ഉം 1ഉം, അടുത്തത് 0ഉം 1ഉം കൂട്ടിയിട്ട് എത്രയാ? അതിന്റെ ആഡീഷൻ, അതായത് സമ്മ് 1. അടുത്ത 1 1 കൂടെ കൂട്ടുക 2. അടുത്ത 2 1 കൂട്ടുക 3. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിബൊനാച്ചി സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ക്ലിയർ? മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, എ ട്രക്ക് കണ്ടെയ്ൻസ് 500 liters of kerosene and it flows out at the rate of 10 liters per second. How much kerosene is there in the tank? How much kerosene is there in the tank after each second? Okay, എത്ര കെറോസിൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് their numbers as a sequence. അപ്പോൾ 500 ലിറ്റർ ഉണ്ടായിരുന്നു. 500 ലിറ്റർ ഉണ്ടായിരുന്നതിൽ എന്താണ്? ഇറ്റ് ഫ്ലോസ് ഔട്ട് ദ റേറ്റ് ഓഫ് 10 liters per second. ഓരോ സെക്കൻഡിലും 10 ലിറ്റർ വെച്ച് പുറത്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ ഇവിടെ എത്രയാണ് ബാക്കി? അപ്പോൾ ആദ്യം തുടക്കത്തിൽ എത്ര ലിറ്റർ ആണ്? 500 ലിറ്റർ അല്ലേ? യെസ്. അപ്പോൾ ആദ്യം തുടങ്ങിയപ്പോൾ 500 ലിറ്റർ. ഓരോ സെക്കൻഡിലും 10 ലിറ്റർ വെച്ച് പൊക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത സെക്കൻഡ്, ആഫ്റ്റർ 1 സെക്കൻഡ്, ആഫ്റ്റർ 1 സെക്കൻഡ് എത്രയായി മാറും? 500ൽ നിന്ന് 10 കുറഞ്ഞാൽ എത്രയാ ബാക്കി? 490 ലിറ്റേഴ്സ് അല്ലേ? അടുത്ത വീണ്ടും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് കഴിയുമ്പോൾ എത്രയാണ്? 490ൽ നിന്ന് 10 പോകും, എത്രയാവും? 480 ലിറ്റേഴ്സ്. അപ്പൊ ഇങ്ങനെ 10 ലിറ്റർ വെച്ച് കുറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സീക്വൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 500, അത് കഴിഞ്ഞാൽ 490, അത് കഴിഞ്ഞാൽ 480, പിന്നെ 470, പിന്നെ 460, അങ്ങനെ 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 ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാ നമ്പറും ഇവിടെ എഴുതണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു ഡോട്ട്, 2 ഡോട്ട്, 3 ഡോട്ട്, അങ്ങനെ കുറച്ച് ഡോട്ടുകൾ ഇട്ടാൽ മാത്രം മതി. എന്താണ്? നമുക്ക് അവിടുത്തെ ഫൈനൽ ആൻസർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ? ഓക്കെ. നൗ ലുക്ക് അറ്റ് ദ സ്ക്വയർസ് മെയ്ഡ് വിത്ത് ഡോട്ട്. ഡോട്ടുകൾ വെച്ച് നമ്മൾ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടാക്കിയ. കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 സ്ക്വയർ. ആദ്യത്തെ ഇതിൽ എത്ര ഡോട്ട് ഉണ്ട്? 1. അടുത്തതിലോ എത്ര ഡോട്ട് ഉണ്ട്? 4 അല്ലേ? അടുത്തതിൽ എത്ര ഡോട്ട് ഉണ്ട്? 1 2 3 4 5 6 7 8 9. അടുത്തതിൽ എത്ര? 9 ഡോട്ട് ഉണ്ട്. അടുത്തതിലോ കൂട്ടി നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16. ചോദ്യം അതാണ്, അടുത്ത 3 സ്ക്വയറുകൾ ഇതേപോലെ വരച്ചാൽ, അടുത്ത 3 എണ്ണം ഞാൻ ഇതേപോലെ വരച്ചാൽ അവിടുത്തെ ഡോട്ടിന്റെ എണ്ണം എത്രയാണ്? അപ്പൊ എനിക്ക് ഇതേപോലെ ഡോട്ട് വരച്ച് അല്ലെങ്കിൽ ഈ പടം വരച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടോ? വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യം ഇല്ല. എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 1 എന്ന് പറയുന്നത് 1 സ്ക്വയർ ആണ്, 4 എന്ന് പറയുന്നത് 2 സ്ക്വയറും, 9 3 സ്ക്വയറും, 16 എന്താണ്? 4 സ്ക്വയറും. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഓട്ടോമാറ്റിക്കലി എന്താവും? 5 സ്ക്വയർ. അപ്പോൾ 5 സ്ക്വയർ എത്രയാ? 25. അപ്പോൾ അടുത്തതിൽ എത്ര ഡോട്ട് ഉണ്ടാകും? 25 ഡോട്ട്. അടുത്തത് എത്രയാണ്? 6 സ്ക്വയർ എത്രയാണ്? 36. അപ്പോൾ അടുത്തതിൽ 36 ഡോട്ട് അല്ലേ? അടുത്തതിൽ 7 സ്ക്വയർ എത്രയാണ്? 49. അടുത്തതിൽ എത്ര? 49 ഡോട്ട്. മനസ്സിലായോ? ക്ലിയർ? സോ എത്രയാണ് ഡോട്ടുകൾ അടുത്ത 3 സ്ക്വയറിന് വേണ്ടതെന്നുള്ളതിന്റെ ഐഡിയ കിട്ടിയല്ലോ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് കേസ് ആസ് എ സീക്വൻസ്. അപ്പോൾ ഇതിന്റെ സീക്വൻസ് ആയിട്ട് എഴുതിയാൽ എങ്ങനെ എഴുതാം? 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, അങ്ങനെ 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 നമുക്ക് ഒരു സീക്വൻസ് എഴുതാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ദിസ് ഇസ് ദി സീക്വൻസ്. ക്ലിയർ? ഇവിടുത്തെ സീക്വൻസ് ഇതാണ്. അടുത്തതായിട്ട് നമുക്കുള്ളത്, ഹൗ മെനി ഡോട്ട്സ് വിൽ ബി ദർ ഇൻ ദ 7th ട്രയാങ്കുലർ നമ്പർ? 7ാമത്തെ ട്രയാങ്കിൾ ഇവിടെ എത്ര ഉണ്ടാവും? ആദ്യത്തേതിൽ ഒരെണ്ണം അല്ലേ? അടുത്ത രണ്ടാമത്തേതിൽ എത്രയാ? 3. അടുത്ത മൂന്നാമത്തെ ട്രയാങ്കിളിൽ എത്രയാ? 3 6 6 ഉണ്ട്. അടുത്തതിലോ 6 10 6 4 എത്രയാ? 10. അപ്പൊ ഇങ്ങനെയാ പോണേ. ഓക്കെ.
അപ്പോൾ ഏഴാമത്തെ ട്രയാങ്കുലർ നമ്പറിൽ എത്രണ്ണം ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ, ഇവിടെ വണ്ണിൽ നിന്ന് എന്താണ് എത്ര കൂടി? 2 കൂടി. 3ൽ നിന്ന് 6 ആയപ്പോൾ എത്ര കൂടി? 3 കൂടി. 6ൽ നിന്ന് 10 ആകുമ്പോൾ എത്ര കൂടി? 4 കൂടി. അപ്പോൾ അടുത്ത 10 കഴിഞ്ഞിട്ടുള്ള അടുത്തതിൽ എത്ര കൂടണം? 5 കൂടണം. അപ്പോൾ 15. അത് കഴിഞ്ഞ് 15ൽ നിന്ന് 6 കൂടിയാലല്ലേ അടുത്ത 21. അടുത്തത് 7 കൂടുക 28. ഓക്കെ, അടുത്തത് അപ്പൊ തന്നെ എത്രണ്ണമായി? 7 എണ്ണം ആയില്ലേ? യെസ്. അതായത് 1 2 3 4 5 6 7. അപ്പൊ ഏഴാമത്തെ ട്രയാങ്കുലർ നമ്പറിൽ എത്ര ഡോട്ട് കാണും? ഏഴാമത്തെ ട്രയാങ്കുലർ നമ്പറിൽ 28 ഡോട്ടുകൾ കാണും. എത്ര ഡോട്ട് കാണും? 28 ഡോട്ട്സ് വിൽ ബി ദെയർ. ക്ലിയർ? അപ്പോൾ എത്ര ഡോട്ട് വെച്ചുണ്ടാവും? രാഷ്ട്രത്തില് 27ാമത്തതിൽ 28 ഡോട്ട് ഉണ്ടാവും. ക്ലിയർ? അടുത്ത ചോദ്യം, ഈസ് ദർ എ ട്രയാങ്കുലർ നമ്പർ ദാറ്റ് ഹാസ് 91 ഡോട്ട്സ് ഇൻ ഇറ്റ്സ് ഷേപ്പ്? അപ്പൊ 91 ഡോട്ട്സ് ആ ഷേപ്പിനകത്തുള്ള എന്താണ് ട്രയാങ്കുലർ നമ്പർ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേ, നമുക്കിവിടെ ഏഴാമത്തതിൽ 28, ആറാമത്തതിൽ എത്രയാണ്? 21, അഞ്ചാമത്തതിൽ 15, നാലാമത്തതിൽ 10, മൂന്നാമത്തതിൽ 6, രണ്ടാമത്തതിൽ 3, അങ്ങനെയാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 91 ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ 91 ഉണ്ടോ എന്നുള്ളത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ഓരോന്ന് എഴുതി വെക്കാം. അപ്പൊ 1 3 6 10 15 21 28. ഇത് 7 വരെ ആയല്ലോ. അടുത്ത എന്താണ്? ഇവിടെ ഇപ്പൊ 6 എന്താണ്? 7 കൂടിയല്ലോ. അടുത്ത 8 കൂട്ടുമ്പോൾ എത്രയാണ്? 36. അടുത്തത് 9 കൂട്ടുമ്പോൾ 45. അടുത്ത 11 കൂട്ടുമ്പോൾ എത്രയാ? സോറി, 10 കൂട്ടുമ്പോൾ എത്രയാ? 55. അടുത്തത് 11 കൂട്ടുമ്പോൾ എത്രയാ? 66. അടുത്ത 12 കൂട്ടുമ്പോൾ എത്രയാ? 70. അടുത്തത് 13 കൂട്ടുമ്പോൾ എത്രയാ? 91. അപ്പോൾ ഇത് ഏഴാമത്തത്, ഇത് 8, ഇത് 9, 10, 11, 12, ഇത് 13. സോ 91 ഉണ്ടല്ലോ? ഉണ്ട്. എത്രാമത്തേലാ 91 ഉള്ളത്? 13ാമത്തെ. സോ 91 ഡോട്ട്സ് ആർ ദെയർ, അല്ലേ? 91 ഡോട്ട്സ് ആർ ദെയർ ഇൻ വിച്ച് നമ്പർ? ഏത് ട്രയാങ്കിളാ? ഇൻ ദ 13th ട്രയാങ്കിൾ. 13ാമത്തെ ട്രയാങ്കിളിലാണ് അതുണ്ടാവുന്നത്. ക്ലിയർ? സോ നമ്മൾ ഇന്ന് പഠിച്ചത് നമ്പർ പാറ്റേൺസിനെ പറ്റിയാണ്. സോ നമ്പർ പാറ്റേൺസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസ് നമ്മൾ നോക്കി, അതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ പഠിച്ചു, അതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്തു. Manorama Horizon. Learning made simple.